ഹലോ, നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവിടെ ഒരാൾ ഹായും കൂടെ തന്നെ ബായും ഒക്കെ ഒരുമിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ റെഡി ആയിട്ട് വന്നത് നമ്മളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലോട്ടാണ്. ഇതുണ്ടല്ലോ, ഏപ്രിൽ 8-ാം തീയതി വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. അമ്പലം എങ്ങനെ അലങ്കരിച്ചിരിക്കുന്നതിനൊരു കാരണം ഉണ്ട് കേട്ടോ. കാവിൽപ്പാട് ശ്രീ മാരിയമ്മൻ ശ്രീ കാമാക്ഷിയമ്മൻ പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് കുംഭം നിറയ്ക്കുന്ന ദിവസമാണ് ഇന്ന്, അതായത് ഏപ്രിൽ 8-ാം തീയതി. ആ ദിവസം വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് വിളക്ക് പൂജ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അമ്പലത്തിനകത്ത് തന്നെ വീണവായനയും കൂടെ കഴിഞ്ഞാണ് കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഈ ഒരു സമയാമ്പലത്തിനും പരിപാടി കാണാനായിട്ട് അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിരുന്നേ. പരിപാടിക്ക് മുൻപേ തന്നെ അമ്പലത്തിലെ പൂജാരിയും ഭരണസമിതിയിലെ അംഗങ്ങളൊക്കെ ചേർന്ന് നിലവിളക്കിന് തിരികൊളുത്തി. ഇന്നേ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന പരിപാടി എന്ന് പറയുന്നത് കൈകൊട്ടിക്കളിയായിരുന്നു. ഇങ്ങനൊരു പരിപാടി നമ്മുടെ അമ്പലത്തിൽ ഇത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഇന്നിവിടെ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത് ടീം ചിലങ്കയായിരുന്നേ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് എനിക്ക് പ്രോഗ്രാമിന്റെ കൂടുതൽ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. പ്രോഗ്രാമിന് ശേഷം ഓരോ അംഗങ്ങൾക്കും മൊമെന്റോയും ടീമിന് മൊത്തമായിട്ട് ഒരു ട്രോഫിയും കൂടെ അമ്പലത്തിന്റെ വകയായിട്ട് കൊടുത്തിരുന്നേ. അതുമാത്രല്ല കേട്ടോ, നമ്മുടെ അമ്പല പരിസരത്തിലുള്ള ഒരു ചേട്ടന്റെ വകയായിട്ട് ക്യാഷ് പ്രൈസ് കൂടെ ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളി തീരുമ്പോഴത്തിനും ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിണ്ടായിരുന്നു. അതിനുശേഷമാണ് കുംഭം നിറയ്ക്കാനായിട്ട് പുഴയിലോട്ട് പോയത്. പതിനൊന്ന് മണിയായപ്പോഴാണ് അമ്മൻ കുംഭം അമ്പലത്തിലോട്ട് കയറിയത്. ആ സമയത്ത് അമ്പലത്തിൽ ഇതാ ചെറിയ രീതിയിൽ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇതുണ്ടല്ലോ, പിറ്റേ ദിവസം അതായത് 9-ാം തീയതി രാവിലെ നമ്മുടെ വീട്ടിലുള്ള കാഴ്ചയാണ്. രാവിലെ തന്നെ നമ്മളിതാ വീട്ടിൽ പൂജാ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ചധികം സംഭാരം കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. കുംഭം നിറച്ചു കഴിഞ്ഞാല് അടുത്ത 3 ദിവസങ്ങളില്, അതായത് 9, 10, 11 ദിവസങ്ങളില് ഓരോ വീടുകളിലായിട്ട് കുംഭം ഇറക്കുകയെ. ആദ്യ ദിവസം തന്നെ നമ്മുടെ ഏരിയയിലായിരുന്നു. രാവിലെ ഏകദേശം ഒരു 11 മണിക്കുള്ളിൽ തന്നെ അമ്മൻ കുംഭം നമ്മുടെ വീട്ടിലേക്കും എത്തിയേ. ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത്. ഇനിയുള്ള 3 ദിവസങ്ങളിലും ഓരോ വീടുകളിലേക്കും ഇതുപോലെ നടന്നു തന്നെയാണ് കേട്ടോ പോവാറുള്ളത്. കുംഭം നിറച്ചു കഴിഞ്ഞാൽ അടുത്ത 5 ദിവസങ്ങളിൽ, അതായത് 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെയും ആഘോഷങ്ങൾ തന്നെയാണ്. ഇതുണ്ടല്ലോ, ആ ദിവസം തന്നെ, അതായത് 9-ാം തീയതി വൈകുന്നേരം 6 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ. ആ സമയാകുമ്പോഴത്തിനും തന്നെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പരിപാടി 7 മണി മുതലാണ്. നമ്മൾ ദീപാരാധന തൊഴുത് കുറച്ച് സമയം അവിടെ ഇരുന്നു. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം.
എൻ്റെ പേര് ഗൗതം ഗോവിന്ദ്. ഞാൻ ഈ ക്ഷേത്ര ഭരണസമിതി ട്രഷററാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ വിഷ്ണു പ്രസാദ്, ഞങ്ങളുടെ സെക്രട്ടറി സിജി, 2 വൈസ് പ്രസിഡന്റുമാർ ശരത് ആൻഡ് വിഷ്ണു, 2 ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീധരൻ ആൻഡ് സുധു. ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളായിട്ട് സ്റ്റേജിലോട്ട് കയറി. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് സ്പീഡാക്കി കാണിക്കുന്നതാണ്. കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം, അതായത് നൃത്തകലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളുടെ 2 വാർഡ് മെമ്പർമാരും അവിടെ എത്തിയിരുന്നു കേട്ടോ. 2 മെമ്പർമാരും കൂടെ തന്നെ നമ്മളുടെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നിലവിളക്കിന് തിരി തെളിയിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാം നൃത്തകലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തേന്നല്ല 2 ദിവസത്തെയും, അതായത് നൃത്തകലാസന്ധ്യ ഇവിടെ നടത്താറുള്ളത് 2 ദിവസങ്ങളിലായിട്ടാണ്. 9-ാം തീയതിയും 10-ാം തീയതിയും 7 മണി മുതൽ 10 മണി വരെയാണ് 2 ദിവസങ്ങളിലായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താറുള്ളത്. ഈ ഒരു 3 മണിക്കൂർ കഴിഞ്ഞു പോണത് അറിയില്ല കേട്ടോ. പറയാതിരിക്കാൻ വയ്യടാ, ഓരോ പ്രോഗ്രാംസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നേ. ഈ സോങ്ങിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഡാൻസിന്റെ ഒന്നും വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മക്കൾ തുടങ്ങി അമ്മമാരെ വരെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നല്ലോ. ഓരോന്ന് കാണുമ്പോഴും ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിരുന്നേ. പക്ഷേങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. എന്നാലും എനിക്ക് പറ്റുന്നത് പോലെ ഇതാ ഓരോന്നിന്റെയും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒന്നുകൂടെ സ്പീഡാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത്. ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നേ. എന്ന് വെച്ച് വേറെ ഡാൻസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ. മാത്രല്ല അടിപൊളിയായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇവരുണ്ടല്ലോ നമ്മുടെ അമ്പലത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഞ്ചിക്കോട്ടുന്ന് വന്നതായിരുന്നു. 7 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം കറക്റ്റ് 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും തീർന്നിരുന്നേ. അത് കഴിഞ്ഞായിരുന്നു നമ്മുടെ ആഘോഷം. സ്റ്റേജിലെ പ്രോഗ്രാം കഴിഞ്ഞതോട് കൂടിയിട്ട് പകുതിയിൽ കൂടുതൽ ആളുകളും തിരിച്ചു പോയിരുന്നേ. പിന്നെ ഇതുപോലെ ലാസ്റ്റ് തുള്ളാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളെ പോലെ കുറച്ചു പേര് എല്ലാ വർഷവും അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇതും അധിക സമയമൊന്നും പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് സൗണ്ടിന് സ്റ്റേഷന് പെർമിഷൻ തരുന്നുണ്ടല്ലോ. ഒരുപാട് ഡിലേ ആക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് 4-5 പാട്ട് കൂടിപ്പോയ അത്രയും സമയം, അരമണിക്കൂർ സമയം മാത്രമേ ഇങ്ങനെ ഒരു പരിപാടിയും ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇതൂടെ കഴിഞ്ഞ് അമ്പലത്തിലിട്ടിരുന്ന ചെയറും മാറ്റും പോലുള്ള സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് എല്ലാരും നേരെ വീട്ടിലോട്ട്. ഇനി നാളെ വീണ്ടും ഇതേ സമയത്ത് ഇപ്പീ കാണുന്നത് 10-ാം തീയതി വൈകുന്നേരത്തെ വീഡിയോ ആണേ. ആ ദിവസവും നമ്മൾ നേരത്തെ അമ്പലത്തിലെത്തി ദീപാരാധനയൊക്കെ തൊഴുത് കുറച്ച് സമയം അമ്പലത്തിലിരിക്കുമ്പോഴത്തേനും കറക്റ്റ് 7 മണി സമയമാകുമ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ദിവസത്തെയും എല്ലാ പ്രോഗ്രാംസിന്റെ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് സെക്കൻഡ് ഡേ ഞാൻ അധികം വീഡിയോ എടുത്തില്ല എന്ന് തന്നെ പറയാം. എടുത്തതിന്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ കുറച്ച് മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നത്. സോങ്ങിന് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ, അതായത് നൃത്തകലാസന്ധ്യയുടെ 2ാമത്തെ ദിവസം പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും മൊമെന്റോ കൂടെ കൊടുത്തിരുന്നു. ഈ മൊമെന്റോ ഇവർക്കായിട്ട് സ്പോൺസർ ചെയ്തത് നമ്മുടെ അനിയന്മാരായ പ്രജിത്ത്, വിപിൻ, രാഹുൽ, ഇവരെ 3 പേരും ചേർന്നാണ് കേട്ടോ. ഈ മൊമെന്റോ എന്ന് മാത്രമല്ല 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഓരോ പരിപാടി, അതായത് ഈ പൂജാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ ഏകദേശം കാര്യങ്ങൾക്കും ഓരോരുത്തരും ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ മൊമെന്റോ ഇവിടെ ഇങ്ങനെ കൊടുത്തതുകൊണ്ട് ഞാനിപ്പോ അവരുടെ 3 പേരുടെയും പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യം കുറച്ചു പേരുടെ കഴിയുമ്പോഴത്തേനും പിന്നെ വാങ്ങിക്കുന്നവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഫ്രണ്ടിൽ കുറച്ചു പേര് ഇങ്ങനെ വന്ന് നിന്നത് കൊണ്ട് പിന്നീടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും മൊമെന്റോ കൊടുത്തതിന് ശേഷം ഇന്നിവിടെ ഈ മൊമെന്റോ സ്പോൺസർ ചെയ്ത 3 പേരും ചേർന്ന് ഭരണസമിതിക്കും ഒരു മൊമെന്റോ കൈമാറി കേട്ടോ. ഇപ്പൊ ഈ സ്റ്റേജിന് മുകളിൽ നിൽക്കുന്ന ഭരണസമിതി അംഗം പോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഇനിയും കുറച്ച് പേരുണ്ട് കേട്ടോ. മുകളിൽ കയറിയിട്ടില്ല, താഴെ നിൽക്കുന്നവര്. ഇവരെല്ലാരും കുറച്ചധികം ദിവസമായി ഊണും ഉറക്കവും ഇല്ലാതെ നമ്മളുടെ ഈ പൂജാ മഹോത്സവത്തിന്റെ ഓരോ പ്രോഗ്രാമും ഭംഗിയായി നടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് വിഷ്ണു രാവിലെ എപ്പോഴാ എണീറ്റ് പോണേ, രാത്രി എപ്പോഴാ വീട്ടിൽ വന്ന് കിടന്നുറങ്ങണമെന്നൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല കേട്ടോ. കാരണം മിക്ക സമയത്തും അമ്പലത്തിൽ തന്നെയാണ്. ബാക്കി സമയം അവർക്ക് ജോലിയും ഉണ്ടല്ലോ. വിഷ്ണുവിന്റെ കാര്യം നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വിഷ്ണു മാത്രല്ല, കൂടുള്ള എല്ലാവരും അതേപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ
തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ 5 or 6 പാട്ടൊക്കെ വെച്ച് എല്ലാരും കൂടെ ആടി തിമിർത്ത് സന്തോഷിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൂടാതെ ഇതുപോലെ ഓരോ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം അമ്പലത്തിലെ ചെയറുകളും മാറ്റും പോലുള്ള സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ച് ഞങ്ങളല്ലാട്ടോ പയ്യന്മാര് എല്ലാരും കൂടെ ചേർന്ന് അതെല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ട് വീണ്ടും നാളെ കാണാമെന്ന് പറഞ്ഞ് നേരെ വീട്ടിലോട്ട്. ദാ ഇപ്പൊ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് 11-ാം തീയതിയാണ്, അതായത് ശനിയാഴ്ച. കമ്പ് കൊടുക്കാൻ പോയ സമയത്തെയാണ് കേട്ടോ. അതായത് കൊടിമരം അടുത്ത ദിവസമാണ് മാരിയം പൂജ, അതായത് 12-ാം തീയതി. 11-ാം തീയതി അമ്പലത്തിൽ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ തിരക്കുള്ള ദിവസം തന്നെയാണ് അത്. അടുത്ത ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഈ കരുടലമ്പോ തായേ അമ്മരത്ത് നട്ടുവാള ഒരു 60 അടിക്കര കമ്പത്തിൽ താനേ വന്ന് ഉച്ചയ്ക്ക് 1 മണി സമയത്ത് അമ്പലത്തിലേക്കുള്ള കൊടിമരം എഴുന്നള്ളത്താണ് കേട്ടോ ഇപ്പൊ ഈ കണ്ടത്. ഉച്ചയോടുകൂടെ തന്നെ അടുത്ത ദിവസത്തേക്കുള്ള അന്നദാനത്തിന്റെ സദ്യയുടെ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. പച്ചക്കറികളും പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കലും കട്ടയിലൊക്കെ ആയിട്ട് അതും ഒരുപാട് പണിയുള്ളതാണല്ലോ. പതിനൊന്നാം തീയതി രാത്രി 10 മണിക്കായിരുന്നു അമ്മൻ കൊലു പൂജ. അത് കഴിഞ്ഞതും തന്നെ അമ്പലം അലങ്കരിക്കാനുള്ള പരിപാടികളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തുടങ്ങിയ സദ്യയുടെ പരിപാടികളും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സംഭവങ്ങൾ റെഡി ആയത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അടുപ്പത്ത് വേറെ സാധനങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തില് ഇവിടെയും തിരക്ക് തന്നെ. രാത്രി 10 മണിക്കായതുകൊണ്ട് അമ്മൻ കൊലു പൂജയ്ക്ക് ഞാൻ പോയിരുന്നില്ല കേട്ടോ. നമ്മുടെ ചെറിയ ആള് ഉറങ്ങാതിരുന്നു വെച്ചാൽ നെക്സ്റ്റ് ഡേക്ക് വാശിയാവുമല്ലോ. അതുപോലെ തന്നെ അതിന്റെ വീഡിയോ സദ്യന്റെയും അമ്പലത്തിലെ രാത്രി വിശേഷങ്ങളൊക്കെ വിഷ്ണു തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആള് വന്ന് ഉറങ്ങിയത് വളരെ കുറച്ച് മണിക്കൂർ മാത്രമാണ്. 4 മണിക്ക് എണീറ്റ് വീണ്ടും അമ്പലത്തിലോട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നതാണ് നേരത്തെ കണ്ടത്. ദാ ഇതാണ് മാരിയം പൂജ ദിവസത്തെ വീഡിയോ, അതായത് ഏപ്രിൽ 12-ാം തീയതി ഞായറാഴ്ച. കൊടിമരം കൊണ്ടുവന്നത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. മാത്രല്ല അമ്പലം കണ്ടില്ലേ, മുൻപത്തെ ദിവസങ്ങളിൽ കണ്ടതും ഇപ്പൊ കണ്ടതും തമ്മിലുള്ളൊരു വ്യത്യാസം. പൂക്കൾ കൊണ്ട് മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ്. കണ്ടു നിൽക്കാൻ തന്നെ എന്തോരം ഭംഗിയായിരുന്നു എന്നറിയോ. ഈ ഫോണിലൂടെ കാണുമ്പോൾ അത്രയും അറിയുന്നുണ്ടാവില്ല. പിന്നെ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഒരുമിച്ചെടുക്കാനും പറ്റുന്നില്ലല്ലോ, ഓരോ ഭാഗങ്ങളായിട്ടല്ലേ ഇതിനകത്ത് കാണുന്നത്. മൊത്തത്തിൽ നമ്മളിങ്ങനെ ഓരോ സൈഡിൽ നിന്നും അമ്പലത്തിലോട്ട് നോക്കുന്ന സമയത്തുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരത്തിന്റെ ഒരു ഭംഗി. 12-ാം തീയതി ഉണ്ടല്ലോ രാവിലെ 4 മണിക്ക് നട തുറന്നേ ഗണപതി ഹോമത്തോടു കൂടി തന്നെ അന്നത്തെ പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് അമ്മൻ അലങ്കാര പൂജ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കൊടിമരം പ്രതിഷ്ഠിക്കൽ ഉണ്ടായിരുന്നത്. രാവിലെ പോകുന്ന സമയത്ത് അവിടെ അത്രയും തിരക്കുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് കേട്ടോ പിന്നെ ആളുകളൊക്കെ പതിയായിട്ട് വന്നു തുടങ്ങിയത്. അതായത് ഈ 12 മണി ആകുമ്പോഴത്തേക്കാണ് കൂടുതൽ പേരും അമ്പലത്തിലേക്ക് എത്തി തുടങ്ങിയത്.
തലേ ദിവസം ഉച്ചയ്ക്ക് തുടങ്ങിയ സദ്യ ഒരുക്കല് എല്ലാം റെഡിയായി ഇതാ അടച്ചു വെച്ചത് കണ്ടില്ലേ. പൂജ കഴിഞ്ഞതിന്റെ പ്രസാദമാണ് കേട്ടോ ഇപ്പൊ ഇതാ ചോറിന്റെ കൂട്ടത്തിലേക്ക് എല്ലാ പാത്രത്തിലോട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്. കൊടിമരം സ്ഥാപിക്കുന്നതിന് മുമ്പേ അതായത് രാവിലെ 11 മണി മുതൽ തന്നെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. വെച്ചിരുന്ന പാത്രങ്ങളിൽ നിന്ന് വിളമ്പാനായിട്ട് ഓരോ സാധനങ്ങളായിട്ട് ബക്കറ്റിലോട്ട് മാറ്റുന്ന കണ്ടില്ലേ. കൂടെ തന്നെ അപ്പുറത്ത് പപ്പടം വറുക്കലും കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ 11 മണി മുതലൊക്കെ അന്നദാനം തുടങ്ങിയാലും തീരുന്ന സമയത്ത് 2-3 മണി വരെയൊക്കെ ആവാറുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ അത്രയും സമയമാവുമല്ലോ. മാത്രല്ല ഉച്ചയ്ക്ക് അലങ്കാര പൂജ കഴിഞ്ഞാൽ കുറച്ച് സമയം അന്നദാനം നിർത്തിവെക്കാറുണ്ട്. കാരണം 1 മണിക്ക് കൊടിമരം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ആയിരിക്കുമല്ലോ. കൊടിമരം പ്രതിഷ്ഠിക്കൽ കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ആ സമയമാകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കുവേ. അതുകൊണ്ട് സദ്യ സ്റ്റാർട്ട് ചെയ്തതും 11 മണിക്ക് തന്നെ ആദ്യത്തെ പന്തിയിൽ തന്നെ ഞങ്ങൾ കയറി കഴിക്കാനിരുന്നു കേട്ടോ. രാവിലെ 9:30 മുൻപേ നമ്മൾ അമ്പലത്തിൽ എത്തിയിരുന്നല്ലോ. മാത്രല്ല ഉച്ചയായി കഴിഞ്ഞാൽ അതായത് കൊടിമരം പ്രതിഷ്ഠിക്കൽ കഴിഞ്ഞാൽ നല്ല തിരക്കാവും, ക്യൂ നിൽക്കേണ്ടി വരും. മാത്രല്ല അതിലിരട്ടി ചൂടുമാണല്ലോ ഇപ്പോ. മക്കളെയും കൊണ്ട് ചൂടില് തിരക്കിൽ പോയി നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പന്തിയിൽ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ കയറിയിരുന്നു. അതാവുമ്പോൾ തിരക്കില്ലാതെ സുഖമായിട്ട് പോയിരുന്ന് കഴിക്കാമല്ലോ. 2 വക പായസമൊക്കെ ആയിട്ട് അടിപൊളി സദ്യ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊടിമരം പ്രതിഷ്ഠിക്കലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ. അതും കഴിഞ്ഞ് കുറച്ച് സമയം അമ്പലത്തിൽ ഇരുന്നിട്ട് 2 മണി 2:30 മുൻപായിട്ട് നമ്മൾ വീടെത്തിയിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിഷ്ണു വന്നത് ഒരു 4 മണി 4:30 സമയത്താണ്. ആള് വന്നത് കുളിച്ച് റെഡിയാവാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ ഈ കാണുന്നില്ലേ ബ്ലാക്ക്, ഇതാണ് കേട്ടോ അവരുടെ ഡ്രസ് കോഡ്. വൈകുന്നേരം 5 മണി ആയപ്പോൾ പലതരം കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ട് താലം ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു.
രാത്രി 10 മണി മുതൽ ക്ഷേത്ര മൈതാനത്ത് കുംഭക്കളി തുടങ്ങുകയും രാത്രി 10:15 ശക്തികുംഭം ചമയില് പുഴയിലേക്ക് പുറപ്പെടും. 13-ാം തീയതി പുലർച്ചെ 2 മണിക്ക് ശക്തികുംഭം എഴുന്നള്ളി പുലർച്ചെ 4 മണിക്ക് ശക്തികുംഭം ക്ഷേത്രത്തിൽ പ്രവേശിക്കും. അതിനുശേഷം പുലർച്ചെ 5 മണിക്കാണ് പൂമെതിക്കല്. പതിമൂന്നാം തീയതി 3 മണിക്ക് മഞ്ഞനീരാട്ട് കൂടെ കഴിഞ്ഞാല് 8-ാം തീയതി കുംഭം നിറച്ചപ്പം മുതൽ തുടങ്ങിയ കാവിൽപ്പാട് ശ്രീ മാരിയമ്മൻ ശ്രീ കാമാക്ഷിയമ്മൻ പൂജാ മഹോത്സവം 2026 കഴിയുകയാണ്. ഇനി ആഘോഷങ്ങൾക്കായി വീണ്ടും 1 വർഷത്തെ കാത്തിരിപ്പ്. അപ്പൊ നമ്മളുടെ അമ്പലത്തിലെ 4-5 ദിവസത്തെ വലിയ ആഘോഷങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.